ഏവർക്കും സൈക്കോ ക്രിക്കറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ഇമ്മാതിരി മൂഞ്ചൊരു ടീമിനെ ഞാൻ കണ്ടില്ല. കാരണം ഈ IPL 2025 18ാം സീസണിൽ കാരണം ഇത്രയും വലിയ ടീം റിങ്കു സിംഗ്, അതുപോലെ തന്നെ ആന്ധ്ര റസൽ, വെങ്കടേഷ് അയ്യർ 23.25 കോടി മുടക്കിയവന് മുതലാണ്. എന്തൊരു ബോളിങ്ങാണ് മറ്റ് ടീമുകളൊക്കെ എറിയുന്നത്. ഇവന്മാർക്ക് ബാറ്റ് കൊണ്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ആരെങ്കിലും മഴ വരുന്നവർ കളിച്ചാലായി. ഇത്രയും നല്ലൊരു ടീമിനെ ഉണ്ടാക്കിയിട്ടൊന്ന് ബിൽഡ് ചെയ്യാൻ മാനേജ്മെൻറ്റിന് കഴിഞ്ഞില്ലെങ്കിൽ എടുത്ത് തോട്ടിൽ ആദ്യം ആ മാനേജ്മെൻറ്റിന് എറിയണം. ഇമ്മാതിരി ഒരു ടീം സത്യം പറഞ്ഞാൽ സൺറൈസേഴ്സിൻ്റെ അതേ അവസ്ഥ, അതിലും ശോചനീയമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇമ്മാതിരി ഒരു ടീം ഉണ്ടായിട്ട് പോലും അത് വർക്കൗട്ട് ചെയ്യുക. അവരുടെ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ അവരുടെ ടീം മാനേജ്മെൻറ്റിന് കഴിയില്ല. ആലോചിച്ച് നോക്കണം, ആന്ധ്ര റസലിനൊക്കെ 13 കോടി, അത് പോട്ടെ, പുള്ളിക്ക് കിട്ടേണ്ടതാണ്. എന്നിട്ട് പോലും ആ വെങ്കടേഷ് അയ്യറിന് 23.25 കോടി ഇതൊക്കെ കൊടുത്തിട്ട് ഒരു രക്ഷയില്ല വെച്ചാൽ ഭയങ്കരം തന്നെ. വരുൺ ചക്രവർത്തി ഉള്ള ബെസ്റ്റ് ബോളേഴ്സ് ഉണ്ടായിട്ട് ആ കോമ്പിനേഷൻ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റാത്ത കൊൽക്കത്ത ടീമിന് ആദ്യം എടുത്ത് ചളിക്കുണ്ടിൽ പൂത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയുള്ള ബാക്കിയുള്ള കളിയെങ്കിലും മര്യാദയ്ക്ക് കളിച്ചിട്ട് ഫസ്റ്റ് 4-ലെത്തിയില്ലെങ്കിൽ ഒരു 5-ഓ 6-ഓ സ്ഥാനത്തെങ്കിലും എത്തട്ടെ നമുക്ക് വിചാരിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്താളി.